നമസ്കാരം. PMC പ്രധാനമന്ത്രിയുടെ സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. ചിലർക്ക് സർക്കാർ ഒപ്പിട്ടു എന്ന് കേൾക്കുമ്പോഴേ പ്രശ്നമാണ്. പക്ഷെ എന്താ ഈ പ്രശ്നത്തിന്റെ കാരണം എന്ന് ചോദിച്ചാൽ ധാരണക്കുറവുണ്ട്. ചിലർക്ക് ചില ആശങ്കകളൊക്കെ ഉണ്ട്. എന്തായാലും എന്താണ് ഈ PM ശ്രീ? അതിലേക്ക് വരാം. പക്ഷെ അത് പറയണമെങ്കിൽ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് ഇപ്പൊ നമ്മുടെ കേന്ദ്രത്തിന് സംസ്ഥാനങ്ങളോട് ഒരു കടമയുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുക. ഇതൊരു ഔദാര്യമല്ല, സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഈ കേന്ദ്ര സർക്കാർ നമ്മളോട്, അതായത് കേരളത്തോട് കാലങ്ങളായി കാണിക്കുന്ന ഒരു സമീപനമുണ്ട്. നമുക്ക് അവകാശപ്പെട്ട പണം നൽകാതിരിക്കുക. ഒന്നും രണ്ടും അല്ല, കോടികൾ നൽകാതിരിക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് പറയാനും പറ്റില്ല. ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാം. പലതരത്തിലും, അതായത് ധനകാര്യ കമ്മീഷന്റെ വിതരണം വെട്ടിക്കുറച്ച്, പലതരത്തിലുള്ള ഗ്രാന്റിന്റെ ഇനത്തിലൊക്കെ കേരളത്തിന് നൽകേണ്ട അവകാശപ്പെട്ട പലതും വെട്ടിക്കുറച്ച്, അങ്ങനെ വെട്ടി 28,000 കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് വരുത്തി വെച്ചിരിക്കുന്നത്. ഇത് കൂടാതെ GSTയുടെ ഭാഗമായിട്ടുണ്ടായ നഷ്ടപരിഹാര പാക്കേജ് കേരളത്തിന് അനുവദിക്കാതിരിക്കുക, കിഫ്ബിന്നും പെൻഷൻ ഫണ്ടിൽ നിന്നും ഒന്നും കേരളത്തെ കടമെടുക്കാൻ സമ്മതിക്കാതിരിക്കുക, 1% പോലും കടമെടുക്കാൻ സമ്മതിക്കാതിരിക്കുക, അങ്ങനെ നീതി നിഷേധത്തിന്റെ വലിയൊരു ലിസ്റ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സർവ്വശിക്ഷാ അഭിയാൻ SSAയുടെ ഫണ്ട്, എല്ലാ വർഷവും സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ഈ ഫണ്ട് ഈ വർഷം കേരളത്തിന് തരാതെയാകുന്നത്. അതായത് ഏതാണ്ട് 1,500 കോടി രൂപ വരും. അതായത് നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട ആയിരക്കണക്കിന് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 2023-24 വർഷം കേരളത്തിന് ഈ ഇനത്തിൽ നഷ്ടപ്പെട്ടത് 188 കോടി 58 ലക്ഷം രൂപയാണ്. 2024-25 വർഷത്തെ കുടിശ്ശിക 514 കോടി 54 ലക്ഷം രൂപയാണ്. 2025-26 വർഷം നമുക്ക് കിട്ടേണ്ട 456 കോടി 1 ലക്ഷം രൂപ തടഞ്ഞു വെച്ചു. ഈ ഫണ്ടൊക്കെ തടഞ്ഞു വെക്കുന്നത് ആരെയാ ബാധിക്കുന്നത്? നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലെ 40 ലക്ഷത്തോളം വരുന്ന പാർശ്വവൽകൃത വിഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളെയാണ് ഇത് നേരിട്ട് ബാധിക്കുന്നത്. 5,61,000 പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങളെയാണ് ബാധിക്കുന്നത്. 1,08,000 ഭിന്നശേഷി കുട്ടികൾക്കുള്ള പ്രത്യേക പിന്തുണയും തെറാപ്പി സൗകര്യങ്ങളും സഹായ ഉപകരണങ്ങളെയും ഒക്കെ ബാധിക്കുകയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ചുള്ള സൗജന്യ യൂണിഫോം, പാഠപുസ്തകം, പെൺകുട്ടികൾക്കുള്ള അലവൻസുകൾ, പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, അധ്യാപക പരിശീലനം, പരീക്ഷാ നടത്തിപ്പ് തുടങ്ങി പൊതുവിദ്യാഭ്യാസത്തിന്റെ നട്ടെല്ലായ പ്രവർത്തനങ്ങളെയൊക്കെ ഈ ഫണ്ട് തടഞ്ഞു വെക്കുമ്പോൾ ഇല്ലാതാവുകയാണ്, തകർക്കുകയാണ്. ഈ ഫണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഔദാര്യമല്ല, മറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നുള്ള നമ്മുടെ കുട്ടികൾക്ക് അവകാശപ്പെട്ട വിഹിതമാണ്. ആ അവകാശം നേടിയെടുക്കുക എന്ന് പറയുന്നത് ഒരു ജനകീയ സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. ഇത് അറിയുന്നത് കൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഒരു അന്യായമായിട്ടുള്ള നിയമം കൊണ്ടുവരുന്നത്. അതായത് നിങ്ങൾക്ക് അവകാശപ്പെട്ട ഈ പൈസ ഞങ്ങൾ തരണമെങ്കിൽ നിങ്ങൾ PMC പദ്ധതിയിൽ ഒപ്പിടണം. നമ്മൾ PMC പദ്ധതിയിൽ ഒപ്പ് വെച്ചിട്ടില്ല എന്നതാണ് ഇതൊക്കെ തരാതിരിക്കുന്നതിന്റെ കാരണമായി പറയുന്നത്. അതായത് SSAയുടെ ഭാഗമായിട്ട് അധ്യാപകർക്ക് നൽകേണ്ട ശമ്പളം ഉൾപ്പെടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുടിശ്ശികയാക്കി.